PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദ റൂട്ട് ഓഫ് എ വേർഡ്. ഒരു വേർഡിന്റെ റൂട്ട് വേർഡിന്റെ തൊട്ട് മുമ്പിൽ ചേർക്കുന്ന ഓക്കെ, ബിഫോർ ദി റൂട്ട് ഓഫ് എ വേർഡ് ആണ്. ഓക്കെ, ഒരു വേർഡിന്റെ റൂട്ട് വേർഡിന്റെ ഒപ്പം ബിഫോർ, ഓക്കെ, അതിന് മുന്നേ ചേർക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ബിഫോർ ദി റൂട്ട് ഓഫ് എ വേർഡ് ആണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഏതാണ്? അൺഹാപ്പി. ഇവിടെ റൂട്ട് വേർഡ് ഏതാണ്? ഹാപ്പി ആണ് അല്ലേ? ഹാപ്പി എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. അതിന് മുമ്പിൽ നമ്മൾ ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് അൺ എന്ന് പറയുന്നത്. ഈ അണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രിഫിക്സ് എന്ന് പറയുന്നത്. അൺ എന്ന് പറയുന്നതാണ് പ്രിഫിക്സ്. ഇനി അടുത്ത വേർഡാണ് ഇനേബിൾ. ഇനേബിൾ എന്ന് പറയുന്നതിൽ ഏബിൾ ആണ് എന്ത്? റൂട്ട് വേർഡ്. അതിന് മുന്നിൽ നമ്മൾ ചേർക്കുന്ന EN എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്താണ്? പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സഫിക്സ്? സഫിക്സ് എന്ന് പറയുന്നത് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ റൂട്ട് ഓഫ് എ വേർഡ്. ഓക്കെ, റൂട്ട് വേർഡിന്റെ ആഫ്റ്റർ, ഓക്കെ, അതിന് ശേഷം ചേർക്കുന്നതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, ഗ്രേറ്റ്ഫുൾ എന്ന് പറയുമ്പോൾ അതിൽ ഗ്രേറ്റ് എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്. അതിന് മുന്നിൽ നമ്മൾ ചേർക്കുന്ന സഫിക്സ് ആണ് ഫുൾ എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എക്സാമ്പിൾ ആണ് സിക്നെസ്. സിക്ക് എന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ്. നെസ് എന്ന് പറയുന്നത് നമ്മൾ അതിന് ശേഷം ചേർക്കുന്ന സഫിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രിഫിക്സ്, എന്താണ് സഫിക്സ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് എ ഗൺ ഇൻ യുവർ ഹൗസ്. എന്താണ് വരിക? ഇറ്റ് മെനി കൺട്രീസ്, അതായത് തോക്ക് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലീഗൽ എന്നാണ് നമ്മൾ പറയുക അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന പ്രിഫിക്സ് ഏതാണ്? എന്നുള്ളതാണ്. ഓപ്ഷൻ D ആണ്. അപ്പോൾ ലീഗൽ എന്ന് പറയുന്നതാണ് എന്ത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ലീഗൽ ആണ്. അപ്പോൾ എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ ചേർക്കുന്ന പ്രിഫിക്സ് ആണത് അല്ലേ? പ്രിഫിക്സ് ആണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇല്ലീഗൽ ടു കീപ്പ് എ ഗൺ ഇൻ യുവർ ഹൗസ് എന്നുള്ളതാണ്. എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് അവിടെ വരിക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പ്രിഫിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോം ദി ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടണമെങ്കിൽ ഏത് പ്രിഫിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് പ്രിഫിക്സ് ആണ്? ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആണ് അല്ലെ? ഇൻഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പ്രിഫിക്സ് എന്താണ് വരിക? ആണ് വരിക. ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താ? ഇൻഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ പ്രിഫിക്സ് എന്ത് ചേർക്കണം? ചേർക്കണം, IN. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി ഓപ്പോസിറ്റ് ആഡിങ് സഫിക്സ് ടൈഡി എന്ന് പറയുന്ന സഫിക്സ് ചേർത്തിട്ട് നമ്മൾ പറയണം. ഫൈൻഡ് ദി ഓപ്പോസിറ്റ് ആഡിങ് സഫിക്സ് ടൈഡി എന്ന് പറയുന്നത് സഫിക്സ് ആയിട്ട് വരണം. ഇൻടൈഡി കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൈഡി കൊടുത്തിട്ടുണ്ട്, അൺടൈഡി കൊടുത്തിട്ടുണ്ട്, മിസ്റ്റൈഡി കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ C ആണ്, അൺടൈഡി ആണ്. ഓക്കെ, അൺടൈഡി എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം,
ദ പ്രിഫിക്സ് ഹോമോ മീൻസ്, ദ പ്രിഫിക്സ് ഹോമോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലെ, ഹോമോസാപ്പിയൻസ്, ഹോമോസെക്ഷൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഹോമോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ്? ദ സെയിം എന്നുള്ളതാണ്. ഓക്കെ, ദ സെയിം എന്ന മീനിങ് ആണ് ഹോമോ എന്ന് പറയുന്ന പ്രിഫിക്സിന് വരുന്നത്, ദ സെയിം. അടുത്ത ചോദ്യം, ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദി വേർഡ് ഏബിൾ. ഏബിൾ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട പ്രിഫിക്സ് എന്താണ്? ഓക്കെ, ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദി വേർഡ് ഏബിൾ. അപ്പോൾ ഏബിളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഏബിളിന്റെ ഓപ്പോസിറ്റ് അൺഏബിൾ ആണ് കേട്ടോ. അൺഏബിൾ ആണ് ഏബിളിന്റെ ഓപ്പോസിറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഡിസേബിൾ ഉണ്ട്, അവിടെ ഇനേബിൾ ഉണ്ട്, മിസേബിൾ ഉണ്ട്. ഇപ്പൊ ഡിസേബിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ പക്ഷേ അതൊരിക്കലും എന്തല്ല, ഏബിളിന്റെ ഓപ്പോസിറ്റ് അല്ല. ഓക്കെ, ഏബിൾ എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് അൺഏബിൾ ആണ്. അൺഏബിൾ ആണ് ഏബിളിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഡിസേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിസേബിൾ എന്ന് പറയുന്നത്, ഏബിൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഏബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അൺഏബിൾ ആണ്. ഇനി ഡിസേബിൾ എന്ന് പറയുന്നത് ഒരു വെർബാണ്. ഡിസേബിൾ, ഡിസേബിൾ എന്ന് പറയുന്നത് വെർബാണ്. അത് ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? ഇനേബിൾ. ഇനേബിൾ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ. ഓക്കെ, ഇനേബിൾ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡിസേബിൾ. അത് വെർബായിട്ടാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വേർഡാണ് എബിലിറ്റി. എബിലിറ്റി, എബിലിറ്റി എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് ഇൻഎബിലിറ്റി. ഇൻഎബിലിറ്റി, ഇനേബിൾ എന്ന് പറയില്ല, പക്ഷെ ഇൻഎബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഇനേബിൾ ഈ ഒരു ഇത് വരുന്നില്ല, പക്ഷെ ഇൻഎബിലിറ്റി എന്ന് പറയും. എബിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻഎബിലിറ്റി. ഇനേബിളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസേബിൾ ആണ്. ഏബിളിന്റെ ഓപ്പോസിറ്റ് അണേബിൾ ആണ്. ഓക്കെ, അണേബിൾ. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത് കേട്ടോ, കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഏബിൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഏബിളിന്റെ ഓപ്പോസിറ്റ് എന്താ? അൺഏബിൾ ആണ്. അൺഏബിൾ ആണ് ഏബിളിന്റെ ഓപ്പോസിറ്റ് വരാം. ഇനേബിൾ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ. എബിലിറ്റിയുടെ ഓപ്പോസിറ്റ് ഇനബിലിറ്റി ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത്, ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദി ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദി വേർഡ് ഗ്രേസ്. ഗ്രേസ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കേണ്ട പ്രിഫിക്സ് എന്താണ്? ഗ്രേസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗ്രേസിന്റെ ഓപ്പോസിറ്റ് ഡിസ്ഗ്രേസ് ആണ് കേട്ടോ. ഡിസ്ഗ്രേസ്. അപ്പോൾ നമ്മൾ ചേർക്കേണ്ട പ്രിഫിക്സ് എന്താണ്? ഡിസ് എന്ന് പറയുന്നതാണ്. ഡിസ്ഗ്രേസ് എന്നാണ് ഗ്രേസിന്റെ ഓപ്പോസിറ്റ് വരാം. ഓക്കെ, അടുത്തത്, യൂസ് ദി പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്ന് പറയുന്നതിന്റെ പ്രിഫിക്സും ചേർക്കണം, സഫിക്സും ചേർക്കണം. അങ്ങനെയുള്ള വേർഡ് ഏതാണ്? അപ്പോൾ ഫോർഗെറ്റിന്റെ പ്രിഫിക്സ് ആയിട്ട് വരുന്ന ഒരൊറ്റ വേർഡേ ഉള്ളൂ. ഏതാണ്? അൺ ആണ്. അൺ. ഓക്കെ, ഫോർഗെറ്റിന്റെ കൂടെ അൺ എന്ന് പറയുന്ന പ്രിഫിക്സേ വരുള്ളൂ. അപ്പൊ അൺഫോർഗെറ്റ്, അൺഫോർഗെറ്റ്. പിന്നെന്താണ്? ഏബിൾ ആണ് വരിക അല്ലെ. അപ്പൊ അൺഫോർഗറ്റബിൾ എന്നുള്ള വേർഡാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഫോർഗെറ്റിന്റെ പ്രിഫിക്സ് ആയിട്ട് അണ്ണും സഫിക്സ് ആയിട്ട് ഏബിളും ആണ് വരിക. അപ്പൊ അൺഫോർഗറ്റബിൾ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രിഫിക്സ് ക്യാൻ ബി ആഡഡ് ടു ദി വേർഡ് റെഗുലർ ടു ഫോം ഇറ്റ്സ് ഓപ്പോസിറ്റ്. റെഗുലർ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് കിട്ടണമെങ്കിൽ ഏത് പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്? റെഗുലറിന്റെ ഓപ്പോസിറ്റ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറഗുലർ ആണ്. അപ്പൊ നമ്മൾ ചേർക്കേണ്ട പ്രിഫിക്സ് എന്താണ്? ഐ ആർ. ഐ ആർ, ഇറഗുലർ അല്ലെ. റെഗുലർ, ഇറഗുലർ ആണ് അതിന്റെ ഓപ്പോസിറ്റ്. സോ ഐ ആർ എന്ന് പറയുന്ന പ്രിഫിക്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത് നോക്കുക, അൾട്രാസോണിക് വേവ്സ് ഡാഷ് ഏബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ്. അൾട്രാസോണിക് വേവ്സ് എന്താണ്? ബാറ്റ്സ്, അതായത് വവ്വാലിനെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒബ്ജക്ട്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? ഏബിളിന്റെ മുമ്പിൽ എന്താണ് വരേണ്ടത്? ഇനേബിൾ എന്ന മീനിങ് അല്ലേ വരേണ്ടത്? ഇനേബിൾ. ഓക്കെ, സഹായിക്കും എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇനേബിൾ ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് വരിക. അൾട്രാസോണിക് വേവ്സ് എനേബിൾ ദ ബാറ്റ്സ് ടു ലൊക്കേറ്റ് ഒബ്ജക്ട്സ് എന്നുള്ളതാണ് വരിക. അപ്പൊ ഇ എൻ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ഇവിടെ ചേർക്കേണ്ടത്. എനേബിൾ എന്നാണ് വരിക. ഓപ്ഷൻ സി. അടുത്തത്, വാട്ട് ഈസ് ദ പ്രിഫിക്സ് ഇൻ ഡിസസോസിയേറ്റ്. ഡിസസോസിയേറ്റ് എന്ന് പറയുന്നതിൽ പ്രിഫിക്സ് ഏതാണ്? പ്രിഫിക്സ്. അപ്പൊ ഇതിന്റെ റൂട്ട് വേർഡ് എന്താ? ഡിസസോസിയേറ്റിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ആണ്. അസോസിയേറ്റ്. അസോസിയേറ്റിന്റെ കൂടെ ഏത് പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്? ഡിസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർക്കുമ്പോഴാണ് കിട്ടുക ഡിസസോസിയേറ്റ്. ഓക്കെ, അപ്പൊ ഡിസ് ആണ് അവിടെ എന്ത് വരുന്നത്? അതിന്റെ പ്രിഫിക്സ് ആയിട്ട് വരുന്നത്.